ഹായ് ഗായ്സ്, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിസ്റ്റിനെ പറ്റിയായിരുന്നു. ഏകദേശം ഒരു 4-5 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ട്. ഇനി നമ്മൾ ഡിക്ഷണറീസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിൽ കുറച്ച് അഡ്വാൻസ് ടോപ്പിക്സുകളുണ്ട്. ആ ടോപ്പിക്കൊക്കെ നമ്മൾ ഇനി എന്താ പറയുക ഡിറൈവ് ഡാറ്റ കഴിഞ്ഞ് ഫോർ ലൂപ്പിലോട്ട് പോകുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിക്ഷണറീസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ലിസ്റ്റിനെ പോലെ തന്നെ ഒരു ഡിറൈവ്ഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് ആണ്. നമ്മൾ ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു എന്താ ഇൻറ്റിജറോ നമ്പറോ ലിസ്റ്റ് ഇൻസൈഡ് ലിസ്റ്റ് എന്താവട്ടെ നമ്മൾ കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിക്ഷണറിയിൽ കോമ കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ വാല്യൂസ് കീ വാല്യൂ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേരിയബിളിന്റെ നെയിം ജസ്റ്റ് മൈ ഡിക്ഷണറി കൊടുത്താണ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ അതിനുള്ളിലുള്ള വാല്യൂ മാത്രം നോക്കുക. കീ ആയിട്ട് ബ്രാൻഡ്, വാല്യൂ ആയിട്ട് ഫോർഡ്, പിന്നെ ഒരു കോമട്ട്. അടുത്തത് കീ വാല്യൂ, കീ എന്ന് പറഞ്ഞാൽ മോഡൽ, വാല്യൂ എന്ന് പറഞ്ഞാൽ മസ്റ്റാങ്. ഏകദേശം കോമട്ട് കീ ഇയർ വാല്യൂ 1964. അതെങ്ങനെ കീ വാല്യൂ ആയിട്ട് കൊടുക്കുക. അതിനൊക്കെ ഒരു കോമട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ പറയുക ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പോയിന്റ് യൂസിങ് കേർലി ബ്രാക്കറ്റ് ആണ്. വെച്ച് കഴിഞ്ഞാൽ കേർലി ബ്രാക്കറ്റ് സ്റ്റാർട്ടും കേർലി ബ്രാക്കറ്റ് ക്ലോസിങ്ങും. അപ്പൊ ഈ മൈ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തതിനെ അസൈൻ നമ്മൾ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നുണ്ട്. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ, കീ വാല്യൂ പെയർ, കീ വാല്യൂ പെയർ, കീ വാല്യൂ പെയർ, കേർലി ബ്രാക്കറ്റ് ക്ലോസ്. ഇങ്ങനെയാണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്, ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഇതിന് കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് എന്താണ്, ഓർഡേർഡ് ആണ്, ചേഞ്ചബിൾ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് അലൗഡ് അല്ല. അത് നമുക്ക് ലാസ്റ്റിൽ പഠിക്കാം. നമ്മൾ ലിസ്റ്റിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത്. ലാസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഫുൾ ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, കീ വാല്യൂ പെയർ അത് ഓർത്ത് വെക്കുക. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിക്ഷണറിയിൽ ഒരു വാല്യൂ ആക്സസ് ചെയ്യും. നമ്മൾ ലിസ്റ്റിൽ നിന്ന് ആക്സസ് ചെയ്ത് എങ്ങനെ, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇൻഡെക്സ് കൊടുത്തിട്ടാണ്. അപ്പൊ ലിസ്റ്റിൽ ഇൻഡെക്സ് ആണ്, കീ നമുക്ക് ഡിക്ഷണറിയിൽ കീ വാല്യൂ പെയർ ആണ്. കീ വാല്യൂ പെയർ ആകുമ്പോൾ നമുക്ക് കീ വെച്ചുകൊണ്ട് വാല്യൂ ഫെച്ച് ചെയ്യാം. ആ ലോജിക്ക് ആലോചിച്ചാൽ മതി. ലിസ്റ്റിൽ നമുക്ക് പ്രത്യേകിച്ച് കീയും വാല്യൂ ഒന്നുമില്ല, ഇൻഡെക്സ് വെച്ചുകൊണ്ട് മാത്രമേ എന്താ പറയുക ജസ്റ്റ് വാല്യൂസ് ആണ്. അതിന് നമുക്ക് ഇൻഡെക്സ് ഉണ്ട് അറിയാം. അപ്പൊ ഇൻഡെക്സ് വെച്ച് ഫെച്ച് ചെയ്യാം. അത് ഡിക്ഷണറിയിലോട്ട് വരുമ്പോൾ നമ്മൾ റൂൾസ് അങ്ങനെ ഓർത്താൽ മതി. ഡിക്ഷണറിയിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കീ വാല്യൂ ആണ്. അപ്പൊ കീ ഉണ്ടെങ്കിൽ വാല്യൂ എന്താണ് അറിയാം. അപ്പൊ കീ നമ്മൾ കണ്ടെത്തി നമുക്ക് വാല്യൂ കിട്ടിയില്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മള് രണ്ട് രൂപത്തിൽ നമുക്ക് ഒരു ഐറ്റത്തിനെ ഫെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ബ്രാൻഡ് ഫോർഡ് ആണ് വേണ്ടത്. ബ്രാൻഡ് ഏതാണ് ഈ ഡിക്ഷണറിയിലാണ് അറിയണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സ്പെല്ലിംഗ് നോക്കണ്ടേ, സ്മോൾ ലെറ്റർ ആണ് ഇതിലേക്ക്. മൈ ഡിക്ഷണറി എന്നതിന്റെ ഉള്ളില് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളില് നമ്മൾ ഇൻഡെക്സ് കൊടുക്കുന്നതിന് പകരം ഏതാണ് കീ എന്ന് കൊടുക്കുക, ബ്രാൻഡ്. അപ്പൊ ബ്രാൻഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫോർഡ് എന്നാണ് ഔട്ട്പുട്ട് വരിക. ഇനി ക്യാപിറ്റൽ നോക്കണ്ട, സ്മോൾ ആണ്. മൈ ഡിക്ഷണറി ഡോട്ട് ഗെറ്റ് നമുക്ക് രണ്ട് രൂപത്തിൽ ഡാറ്റ വെച്ച് ചെയ്യാം. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുക, രണ്ടാമത്തെ ഓപ്ഷനാണ് ഗെറ്റ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ അങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് കീ കൊടുക്കുക. ഗെറ്റ് മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാരന്തസിസ് ഉപയോഗിക്കണം, അതിൽ കീ കൊടുക്കുക. അപ്പൊ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കാം. ഞാൻ ഈ ഡിക്ഷണറി ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ളത് നമുക്കറിയാലോ. ഇപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞ ഡിക്ഷണറി നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ പറയാ, നമ്മള് നെയിം കൊടുക്കുകയാണ്. അപ്പൊ നെയിം എന്ന് എഴുതിയതിനു ശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് അസൈൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നെയിം സ്ട്രിങ് ആണ്. അപ്പോൾ ജസ്റ്റ് ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് ഏത് വേണമെങ്കിൽ കൊടുക്കുക. ഒരു കോമട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഏജ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു, അതിന് ഏജ് ജസ്റ്റ് നമ്പർ ആയിട്ട് കൊടുത്തു 25. രണ്ട് ഡാറ്റ മതി നമുക്ക് നിൽക്കാലോ. ലാസ്റ്റത്തിന് കോമ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ കോമന്റെ ആവശ്യമില്ല. കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തില്ല പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാം, ഇത്ര എങ്ങനെയാണ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം ഈ മൈ ഡിക്ഷണറി എന്ന ഡാറ്റ തന്നെ എടുക്കുകയാണ്. നമ്മൾ ഈ മൈ ഡിക്ഷണറി എന്ന ഒരു വാല്യൂ എങ്ങനെ കിട്ടും എന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് പ്രിന്റ് ചെയ്യണം നേരിട്ട് മൈ ഡിക്ഷണറി. അതിൽ നിന്ന് നമ്മൾ മോഡൽ എന്ന് കൊടുത്ത് ഇപ്പൊ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് മൈ ഡിക്ഷണറിയിൽ നമ്മളെ കീ എന്താ, മോഡൽ. അപ്പൊ കീ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് ഔട്ട്പുട്ട് ചെയ്ത് തരും മസ്റ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള പ്രിന്റിന്റെ ഉള്ളിൽ ഗെറ്റ് മെത്തേഡ് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അപ്പൻഡ് റിമൂവ് നടക്കുന്ന മെത്തേഡ് ഇല്ല, അതേമാതിരി തന്നെ ഗെറ്റ് മെത്തേഡ്. ജസ്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇടുകയാണ്. വെച്ച് കഴിഞ്ഞാൽ മൈ ഡിക്ഷണറി ഡോട്ട് ഗെറ്റ് പറഞ്ഞ മെത്തേഡിന്റെ ഉള്ളിൽ ഞാനിപ്പോ മോഡൽ വീണ്ടും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും സെയിം ഔട്ട്പുട്ടിനെ കാണിച്ചു തരും. കണ്ടോ. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എന്താ പറയാ, നമ്മൾ സ്ക്വയർ ഇൻഡെക്സ് ചെയ്യുന്ന മാതിരി സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇൻഡെക്സിന് വരെ കീ കൊടുക്കുക, അല്ലെങ്കിൽ ഗെറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ ആ കീ കൊടുക്കുക.
ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിംഗിൾ വാല്യൂ ഫെച്ച് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ കംപ്ലീറ്റ് കീസ് കാണിച്ചു തരാം ജസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് പറയാം എന്താ, മൈ ഡിക്ഷണറി, ഇത് സ്മോൾ ലെറ്റർ ആണ് എം. മൈ ഡിക്ഷണറിയിൽ നിന്ന് ബ്രാൻഡ് എന്താണ് ചെക്ക് ചെയ്യും, മൈ ഡിക്ഷണറി ഡോട്ട് ഗെറ്റ് മോഡൽ എന്താണ് ചെക്ക്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെറ്റും സ്ക്വയർ ബ്രാക്കറ്റ് സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് എല്ലാ കീസും എല്ലാ വാല്യൂസും മാത്രമായിട്ട് ഫെച്ച് ചെയ്തെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് മോഡൽ ഇയർ മാത്രം. അതേമാതിരി ഫോർഡ് മസ്റ്റാങ് 1964 ഇത് കീ ആണ്, ഇത് വാല്യൂ ആണ്, വേറെ വേറെ തന്നെ എടുക്കണം. അതിനെന്താ ചെയ്യാ, നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ് എന്ന വേരിയബിളിലോട്ട് മൈ ഡിക്ഷണറി ഡോട്ട്, ഇപ്പൊ നമ്മൾ ഗെറ്റ് ഉണ്ടല്ലോ, ഗെറ്റ് എന്ന ഫംഗ്ഷൻ വരെ കീസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. അപ്പൊ എന്ത് ചെയ്യാ, റൺ ചെയ്യുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല, കാരണം നമ്മൾ പ്രിന്റ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യണം എക്സ്. ഇപ്പൊ എന്താണ്ടാണ് നോക്കുക, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്താ നോക്കുക. ഓക്കെ, കീ അല്ലേ, കീസ് നേരത്തെ ബാക്ക് അടിച്ച് പോകും. എല്ലാ കീസും വരും, ബ്രാൻഡ് മോഡൽ ഇയർ. ഇതൊരു ലിസ്റ്റ് ആണ്. പക്ഷെ ഈ ലിസ്റ്റിനെ ആക്ച്വലി ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്റ്റ് അണ്ടർസ്കോർ കീ എന്ന് പറഞ്ഞൊരു എന്താ പറയാ അതിന്റെ ഉള്ളിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ലിസ്റ്റ് അല്ല, ഇതൊരു ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി. അത് ശ്രദ്ധിക്കുക, ഇതൊരു ലിസ്റ്റ് അല്ല, ലിസ്റ്റ് ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് മെമ്മറി റെഫറൻസ് അറിയാം. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാളിലോ പോകുന്ന സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ബാഗ് എന്തെങ്കിലും നമ്മളെ ഷെൽഫിൽ വെക്കാൻ പറയുന്നവർക്ക് കൊടുക്കുന്നു, അവർ റെഫറൻസ് ആയിട്ട് തരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡിക്ഷണറി നമ്മൾ പൈത്തണിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ ഡിക്ഷണറി എടുത്തിട്ട് എന്ത് ചെയ്യും, പൈത്തൺ മെമ്മറിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് റെഫറൻസ് ഐ ഡി തരുന്നുണ്ട്. ആ റെഫറൻസ് ഐ ഡി നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. വേറെ എവിടെയെങ്കിലൊക്കെ ആവശ്യം വരുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് ആ റെഫറൻസ് ഐ ഡി വെച്ചാണ് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യും. അപ്പോ നോർമലി ഇപ്പൊ മൈ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, അതിൽ നമ്മളിപ്പോ ഒരു വേറെ എന്തെങ്കിലുമൊക്കെ വാല്യൂ എടുക്കുന്നതാണ്ട് വേറെ ഒരു ഇതിലോട്ട് സ്റ്റോർ ചെയ്തു. ഇപ്പൊ ഈ എക്സിലോട്ട് സ്റ്റോർ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കല്, പിന്നെ ആ എക്സ് എന്താ പറയുക വേറൊരു വേരിയബിൾ ആയിട്ടൊക്കെ മാറി വേറൊരു മെമ്മറിയിലുണ്ട് സ്റ്റോർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഈ ഡിക്ഷണറിന്ന് നമ്മളിപ്പോ ഡിക്ഷണറിന്റെ കീസ് വിളിച്ച സമയത്ത് നമ്മള് പുതിയൊരു മെമ്മറിയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നില്ല. ഡിക്ഷണറി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ ഡിക്ഷണറിന്ന് നമ്മൾ പൈത്തൺ എന്താ ചെയ്യുന്നത്, മൈ ഡിക്ഷണറിന്ന് അതിന്റെ കീസ് എല്ലാം എടുത്തിട്ട് അതിന്റെ ഒരു വ്യൂ മാത്രം നമുക്ക് കാണിച്ചു. ഇതാണ് നിങ്ങളെ വ്യൂ. ഈ വ്യൂ മാത്രം കാണിച്ചു തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ഷണറിയിൽ എന്ത് മാറ്റം വന്നാലും ആ എക്സ് മാറും. ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. കാരണം വ്യൂ ആണ്, നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു മെമ്മറി റെഫറൻസിനെയാണ് നമ്മൾ പോയിന്റ് ചെയ്ത്. ഇപ്പൊ ഈ എക്സിലോട്ട് നമ്മൾ ആ കീ വാല്യൂ കീ എടുത്താണ് ഈ ഡിക്ഷണറിന്റെ റെഫറൻസ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഈ ഡിക്ഷണറിയിൽ ഒരു മാറ്റം വരുത്തിയാലേ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഡിക്ഷണറിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിന്റെ കീസ് മാറും. അപ്പൊ ഇതിന്റെ എന്താ പറയാ സ്റ്റിൽ ഇതാ റെഫറൻസ് പോയിന്റിക്ക് മാത്രമാണ് കോൾ ചെയ്യുന്നത്, അവിടുത്തെ കീസ് എടുക്കുന്നത്, അല്ലാതെ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷെ ഡൈനാമിക് ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക് ആയിട്ട് എടുത്തു വെക്കാം, അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാറൂല. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പ്രിന്റ് ചെയ്ത് എക്സ്, അതിനുശേഷം ഞാൻ മൈ ഡിക്ഷണറി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് കോഡ് വരുന്നത്. ആദ്യം ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം നിങ്ങൾ എക്സിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ എന്താ ചെയ്യാ, മൈ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത് പൈത്തണിൽ മെമ്മറി സ്റ്റോർ ചെയ്തു, മൈ ഡിക്ഷണറിന്റെ കീ എടുത്തിട്ട് എക്സിലോട്ട് സ്റ്റോർ ചെയ്തു. ഇവിടെ നമ്മൾ ഓർക്കണം വ്യൂ മാത്രമാണ്. അപ്പൊ നോർമൽ കേസിൽ എന്തായി, ഈ എക്സിൽ ഇപ്പൊ അത് എന്തായി, കീസ് എല്ലാം സ്റ്റോർ ആയി. ഇപ്പൊ എക്സിൽ കീസ് ഉണ്ട്, ഇനി മാറൂല. പിന്നെ പ്രിന്റ് ചെയ്തു എക്സ്, അപ്പൊ എക്സ് എന്താ കാണിച്ചു തരും. ഇനി ഇവിടെ ഞാൻ കൊടുത്തിട്ട് പുതിയൊരു വാല്യൂ ആഡ് ചെയ്യണം. ഇപ്പൊ ഒരു ഡിക്ഷണറിലോട്ട് ഒരു വാല്യൂ ആഡ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ പറയാ കളർ ഫെച്ച് ചെയ്യില്ലേ. ഇപ്പൊ നമ്മളെങ്ങനെ ഫെച്ച് ചെയ്യല്, സ്ക്വയർ ബ്രാക്കറ്റിൽ കളർ കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഈ കളർ ഇതിൽ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചാൽ അപ്പൊ റെഡ് കൊടുത്ത് ഈ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ടാണ് പറഞ്ഞാൽ കളർ എന്ന കീന് റെഡ് അസൈൻ ചെയ്യും. ഇനിയിപ്പോ കളർ ഇതിൽ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആവും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് അങ്ങോട്ട് എടുക്കും. ജസ്റ്റ് നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഡിക്ഷണറി പ്രിന്റ് ചെയ്ത് തരാം. ഇത് കാണിക്കാൻ വേണ്ടിയാണ്, ഇതല്ല ഇത് മാത്രം. മൈ ഡിക്ഷണറി എടുത്തു, ഡിക്ഷണറി ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. കണ്ട കളർ വന്നു, കളർ ഈ ഡിക്ഷണറിയിലോട്ട് ആഡ് ആയി. ഇനിയിപ്പോ കളറിന് വരെ ഞാൻ ചുമ്മാ മാറ്റിയിട്ട് ഇയർ ആക്കുകയാണ് വിചാരിച്ചു. അപ്പൊ എന്താണ് നോക്കുക, ഇയർ റെഡ് ആയി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും ഈ ടൂൾ ഉപയോഗിക്കാം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ അപ്ഡേറ്റ് നോക്കുന്നില്ല, നമുക്ക് കളർ തന്നെ കൊടുക്കാം.
ഇത് കൊടുക്കട്ടെ. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, ഡിക്ഷണറിന്റെ കീസ് എല്ലാം എടുത്തിട്ട് എക്സിലോട്ട് വെച്ചു, പ്രിന്റ് ചെയ്ത് എക്സ്. ഇപ്പൊ നോർമൽ കേസിൽ ഇപ്പൊ ഈ എക്സിൽ ഈ കീ ഉണ്ടാവും. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് വരുത്തി കഴിഞ്ഞാൽ ഈ എക്സ് മാറൂല. നോർമൽ കേസിൽ അങ്ങനെയാണ്, എക്സ് മാറൂല, കാരണം എക്സ് ഓൾറെഡി എടുത്തു വെച്ച് കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഡിക്ഷണറിന്റെ കീസ്, വാല്യൂസ് ഇതൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ വ്യൂ ഒബ്ജക്റ്റ് മാത്രം അങ്ങനെ മനസ്സിലാക്കിയാൽ ഡിക്ഷണറി നമുക്ക് വ്യൂ ഒബ്ജക്റ്റ് മാത്രമേ തരൂ. വ്യൂ ഒബ്ജക്റ്റ് മാത്രമേ തരുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ നമുക്ക് കാണാനേ പറ്റൂ. അപ്പൊ അവിടെ മെമ്മറിയിൽ എന്ത് മാറ്റം വരുത്തിയാലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അവിടെ മാറി ഇവിടെ മാറി കാണും. അതാണ് അതിന്റെ പൈത്തൺ ഡിക്ഷണറിന്റെ കീ വെച്ച് എങ്ങനെ ചെയ്യുമ്പോഴുള്ള റൂള്. ഇപ്പൊ ഞാൻ വീണ്ടും ഈ പ്രിന്റ് ചെയ്യണം എക്സ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഈ പ്രിന്റ് ചെയ്തില്ല എക്സ്, ഇനി ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോ എന്താ ഉണ്ടാകും നോക്കുക. ബ്രാൻഡ്, കളർ, ഇയർ. ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്തപ്പോ നമ്മൾ കീസ് മാത്രം വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു അറിയോ, മൈ ഡിക്ഷണറി എന്ന ഡിക്ഷണറിലോട്ട് ഒരു കളർ എന്ന പുതിയൊരു കീ വാല്യൂ പെയർ ആഡ് ചെയ്തു. കളർ, കീ വാല്യൂ, റെഡ്. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്തത് എക്സ് ആണ്. നിങ്ങൾ ഓർക്കണം, ഞാനിപ്പോ എക്സിലോട്ട് വീണ്ടും കീ ഇതുപോലെ ഇവിടെ എടുത്തിട്ട് ഇവിടെ വിളിച്ചിട്ടില്ല, വീണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു സംഭവം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്റെ ഡിക്ഷണറിയിലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്ത് എക്സ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ബിഫോർ ഇവിടെ എക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ പ്രിന്റ് ചെയ്തു. നോർമൽ കേസിൽ എന്താണോ ഇവിടെ വന്നത് അതേ ഡാറ്റ ഇവിടെ പ്രിന്റ് ആവുള്ളൂ. നോർമൽ കേസിൽ ഇപ്പൊ നമ്മളൊരു എക്സിലോട്ട് ഒരു 5 എടുത്തുവെച്ച്, അത് കഴിഞ്ഞ് പിന്നെ എക്സിലോട്ട് 4 എടുത്തുവെച്ച് ഇവിടെ പ്രിന്റ് ചെയ്ത് ഞാൻ ലേറ്റസ്റ്റേ വരുള്ളൂ. പക്ഷെ ഇവിടെ എന്തായി, നമ്മൾ ആ കേസ് എടുത്തു വെച്ചപ്പോ അതേ സാധനം ഒരു മാറ്റം വരുത്താതെ ഇവിടെ പ്രിന്റ് ചെയ്ത എക്സ് അതേ സംഭവം ഇവിടെ പ്രിന്റ് ചെയ്തതാണ്. ഒരു ചേഞ്ച് എക്സിൽ വരുത്തില്ലല്ലോ. നോക്കണം, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ചെയ്തു, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല ഇതിന്. പക്ഷെ ഞാൻ പുതിയതായിട്ട് ഒരു കീ ആഡ് ചെയ്തപ്പോ, വാല്യൂ അതിന്റെ കൂടെ ഉണ്ട്, കീ ആഡ് ചെയ്തപ്പോ ആ കീ ഈ എക്സിലോട്ട് ആഡ് ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ വീണ്ടും ഒരു വാല്യൂ കൂടി ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്ത് വിചാരിച്ചോ. ഞാൻ ഇവിടെ ഒന്നും എക്സിലോട്ട് ആഡ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ ഓർക്കണം. പ്രൈസ് ഞാൻ ഒരു 1 crore ആഡ് ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്യണം എക്സ്. നിങ്ങൾ ഓർക്കണം, ഞാൻ എക്സിലോട്ട് ഒരു ചേഞ്ചസും വരുത്തിയില്ല. എക്സ് ഇപ്പോഴും ഓൺ ദ ടോപ്പിലാണ്. ആ മൈ ഡിക്ഷണറി കീസ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തപ്പോ ഇങ്ങനെ വന്നു, വീണ്ടും പ്രിന്റ് ചെയ്തപ്പോ ഒന്നും മാറി. ഇനി ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോ എന്താ ഉണ്ടാകും നോക്കും. കണ്ട, ബ്രാൻഡ്, മോഡൽ, ഇയർ, അതിനുശേഷം ഈ കളറും വന്ന് ഈ പ്രൈസും വന്ന്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, ഞാൻ ഡിക്ഷണറിയിലോട്ട് എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടുന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എന്റെ ഡിക്ഷണറിന്റെ കേസ് എന്ന് ഇവിടെ എക്സ് വിളിക്കുമ്പോ എക്സ് എന്താ വരുന്നത്, ഇതിന്റെ ഒരു റഫറൻസ് ആണ് വരുന്നത്. മനസ്സിലായി, ഈ ഡിക്ഷണറിന്റെ ഒരു റഫറൻസ് ആണ് വരുന്നത് കീന്റെ. ആ സമയത്ത് നമ്മൾ എവിടെ പോയി പ്രിന്റ് എക്സ് വിളിക്കുമ്പോഴും ഈ എക്സ് എന്താ ചെയ്യുന്നത്, മെമ്മറിയിലുള്ള റഫറൻസ് ചെക്ക് ചെയ്തിട്ട് ആ റഫറൻസിലുള്ള കീസ് കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്താ ചെയ്ത്, ഇവിടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ആ ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ലേ. അപ്പൊ ആ ഡിക്ഷണറിന്റെ റഫറൻസ് ഐഡി വെച്ച് എവിടുന്ന് വിളിച്ചാലും ആ ഡിക്ഷണറിന്റെ ഉള്ളിലുള്ള എല്ലാ കീസും വരും. ഇനി ഞാന് വേറെ എന്തെങ്കിലും പല കോഡ്സും കൂടെ അടിയിൽ ഇങ്ങനെ എഴുതി പോയിട്ട് വീണ്ടും പ്രിന്റ്, അതിന്റെ അടിയിൽ ഞാൻ ഒരു വാല്യൂ കൂടി ഇവിടെ എന്ത് ചെയ്തു, ഡിക്ഷണറിയിലോട്ട് ആഡ് ചെയ്തു. എന്താ പറയാ, ചുമ്മാ ഒരു ഏജ് കൊടുത്തേക്ക്, വണ്ടിന്റെ ഏജിന് പറഞ്ഞ ചുമ്മാ പറയണേ, ഒരു 15 വർഷം പോലെ ആയി എന്ന് പറയണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഒരു പ്രിന്റ് എക്സ് കൊടുത്ത്, ഇവിടെ ഒന്നും എക്സ് ചേഞ്ച് ചെയ്യണില്ല. പക്ഷെ എക്സ് എന്താ ചെയ്യണം, ആ മെമ്മറിയിൽ നിന്ന് റഫറൻസ്, ആ റഫറൻസിനോട് കോൾ ചെയ്യും. ആ റഫറൻസിനോട് കോൾ ചെയ്യുമ്പോൾ ആ മെമ്മറി സ്പേസിലുള്ള ഡിക്ഷണറിന്റെ എല്ലാ കീസും ഇങ്ങോട്ട് വരും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ ഡിക്ഷണറിന്റെ ഉള്ളിൽ ഇപ്പൊ പുതിയ കീ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡാറ്റ കൂടി വരും. കാരണം ഇവിടെ കോൾ ചെയ്യുന്നത് റഫറൻസിനെയാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. അങ്ങനെ കുറെ ലൈൻ ഓഫ് കോഡ് ഉണ്ട് വിചാരിച്ചോള്. ഇപ്പണ്ട ഏജും വന്ന്, ഇത്രേ ഉള്ളൂ. നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂല് എവിടെയാണോ പ്രിന്റ് എക്സ് വിളിക്കുന്നത് ആ സമയത്ത് എക്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ റഫറൻസ് ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഡൈനാമിക് വ്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ഇവിടെ നമ്മളിങ്ങനെ കീ വിളിക്കുമ്പോൾ എക്സിന് വ്യൂ ചെയ്യാനുള്ള ഒരു പവറേ കൊടുത്തിട്ടുള്ളൂ. വ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ മെമ്മറി റെഫറൻസ് ഇട്ടിട്ട് വ്യൂ ചെയ്യും. അപ്പൊ ആ ഡിക്ഷണറിനുള്ള അപ്പൊ എന്തൊക്കെയുണ്ടോ അതിന്റെ കീ ഒക്കെ ഉണ്ട് വരും. കാരണം നമ്മൾ ഇത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലല്ലോ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലേ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വ്യൂ ഡൈനാമിക് ആണ് മനസ്സിലായി. ഇനി ഇതിനെ എങ്ങനെ ഫിക്സ്ഡ് ആക്കാൻ പറ്റും? ഇപ്പൊ ഇവിടെ ഒക്കെ കണ്ടില്ല മാറുന്നത്. ഇനി ഇതിനൊക്കെ നമ്മൾ മാറ്റാതെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ കാണിച്ചു തരാം. മൈ ഡിക്റ്റ് അണ്ടർസ്കോർ കീ എന്ന് പറയുന്നത് ഡിക്ഷണറിന്റെ വ്യൂ ഒബ്ജക്റ്റ് ആണ് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെയിം അല്ല. ഇത് ഡിക്ഷണറി സ്വയം തരുന്നത്. ഡിക്ഷണറി ഡിക്റ്റ് എന്ന് പറയുന്നത് ഡിക്ഷണറിന്റെ നമ്മൾ കൊടുത്ത ഈ പേരല്ല. ഇത് ഡിക്റ്റ് എന്ന് പറയുന്നത് ഡിക്ഷണറിക്ക് പൈത്തൺ ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ഡിക്റ്റ് അണ്ടർസ്കോർ കീസ്. ഇനിയിപ്പോൾ വാല്യൂസ് ആണ് ഇവിടെ എങ്ങനെ വരാറ്, ഡിക്റ്റ് അണ്ടർസ്കോർ വാല്യൂസ്. ഇനി ഐറ്റംസ് എന്ന് പറഞ്ഞ സാധനം വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്താ മനസ്സിലാക്കുക, ഡിക്റ്റ് അണ്ടർസ്കോർ ഐറ്റംസ് അങ്ങനെ കാണിക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡൈനാമിക്കിന് ഇനി സ്റ്റാറ്റിക് ആക്കാൻ പോകണം. അപ്പൊ ഡൈനാമിക് സ്റ്റാറ്റിക് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഡൈനാമിക് പറഞ്ഞാൽ മാറ്റം വരും, സ്റ്റാറ്റിക് പറഞ്ഞാൽ പെർമനന്റ്. ഇനി അതിലൊരു മാറ്റമില്ല, ഫിക്സ്ഡ്. ഇനി ഇതെങ്ങനെ പെർമനന്റ് ആക്കുക? ഈ ഡിക്റ്റ് വ്യൂവിനെ നമ്മൾ ലിസ്റ്റിലോട്ടാണ് മാറ്റുക. ഇത് കണ്ടില്ല നിങ്ങള്, ഈ ലിസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി മാറ്റി ബാക്കിയുള്ള പോകും. അതെങ്ങനെയാ ചെയ്യുന്നത് പറഞ്ഞില്ല. നിങ്ങൾ ഈ കോഡ് നോക്കിക്കോ. ഞാൻ ഇത് മൈ ഡിക്ഷണറിന്റെ കീനായിട്ട് കട്ട് ചെയ്തിട്ട് ലിസ്റ്റിന്റെ കൺസ്ട്രക്ടറിന് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, കൺസ്ട്രക്ടർ എന്താ നമുക്ക് പിന്നെ പഠിക്കും, ഫംഗ്ഷൻസും ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ. ഇപ്പൊ നമ്മള് സ്ട്രിങ് ഇല്ലേ, സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്ത് str എന്ന് പറഞ്ഞാണ്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് നമ്പറോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അത് സ്ട്രിങ് ആയി മാറും. അതുപോലെ തന്നെ ലിസ്റ്റ് ആക്കാൻ നമുക്ക് ലിസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ലിസ്റ്റ് എഴുതിയിട്ട് അതിന്റെ ഉള്ളില് മൈ ഡിക്ഷണറിന്റെ കീസിനെ വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ലിസ്റ്റിന്റെ ഫംഗ്ഷന്റെ ഉള്ളില് നമ്മള് ലിസ്റ്റ് കൺസ്ട്രക്ടറിന്റെ ഉള്ളില് നമ്മൾ എന്ത് ചെയ്യും, മൈ ഡിക്ഷണറി ഡോട്ട് കീസിനെ അങ്ങോട്ട് വിളിക്കുന്നു. ആ വേർഡ്സ് കൺസ്ട്രക്ടർ ഫംഗ്ഷനുള്ള കൺഫ്യൂഷൻ ആവണ്ട, അപ്പൊ പിന്നെ നോക്കും. മൈ ഡിക്ഷണറി ഡോട്ട് കീസ് വിളിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാറില്ല, അതുപോലെ ലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് റൺ ചെയ്യുന്നു. അപ്പൊ എന്താണ് നോക്കാണി, ഒന്ന് പുതിയതായിട്ട് മാറ്റം വരുത്തി ഒരു സംഭവം വന്നില്ല. അതെന്താ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആദ്യം നിങ്ങൾ മൈ ഡിക്ഷണറി എടുക്കുന്നു, മൈ ഡിക്ഷണറി പൈത്തണിൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മൈ ഡിക്ഷണറിന്റെ കീസ് എല്ലാം ഇങ്ങോട്ട് വിളിച്ചു, വ്യൂ ഒബ്ജക്റ്റ് വന്നു. കീസ് വിളിച്ചാൽ വ്യൂ ഒബ്ജക്റ്റ് വന്നു. അതിലെന്ത് ചെയ്യുന്നു, അതിനെ ലിസ്റ്റിലോട്ട് അങ്ങോട്ട് മാറ്റി. അത് വെച്ച് കഴിഞ്ഞാൽ ആ വ്യൂ ഒബ്ജക്റ്റിലുള്ള ബ്രാൻഡ് മോഡൽ ഇയറിനെ ലിസ്റ്റ് ആക്കി മാറ്റി. നിങ്ങള് സ്റ്റാറ്റിക് ആയി ലിസ്റ്റ് ആക്കി മാറ്റുക. പിന്നെ വ്യൂ ഒബ്ജക്റ്റ് പോയി, വ്യൂ ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ആക്കി മാറ്റി. സ്ട്രിങ്ങിനെ ഇന്റിജർ ആക്കുക, ഇന്റിജറിനെ സ്ട്രിങ് ആക്കുക. ഫോർ എക്സാമ്പിൾ ഇന്റിജറിനെ സ്ട്രിങ് ആക്കിയ പിന്നെ ഇന്റിജർ അല്ലല്ലോ, അത് സ്ട്രിങ് ആയില്ലേ. അതുപോലെ വ്യൂ ഒബ്ജക്റ്റ് നിങ്ങൾ ലിസ്റ്റ് ആക്കിയ പിന്നെ ലിസ്റ്റ് ആയി, പിന്നെ വ്യൂ ഒബ്ജക്റ്റ് ഇല്ലല്ലോ, പോയി. അപ്പൊ എന്തായി, നിങ്ങൾ ലിസ്റ്റിലോട്ട് മാറ്റി. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ പറയാ, പ്രിന്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. നമ്മളിത് തൽക്കാലം കണ്ട് ഒഴിവാക്കിയിട്ട് പഴയതിനെ വെച്ചിട്ട് നമുക്ക് ലിസ്റ്റ് ഡാറ്റ ടൈപ്പ് എങ്ങനെ ചെക്ക് ചെയ്യണമല്ലോ. പ്രിന്റ് ചെയ്യല്ലോ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് ക്ലാസ് ഡിക്റ്റ് അണ്ടർസ്കോർ കീ, അതൊരു ക്ലാസ് ആണ്. ഡിക്ഷണറിന്റെ വ്യൂ ഒബ്ജക്റ്റിന്റെ ഒരു ക്ലാസ് എന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മൾ പഴയമാതിരി തന്നെ ലിസ്റ്റിലോട്ട് മാറ്റിട്ടാ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഓൾറെഡി. ജസ്റ്റ് ഒന്ന് എഴുതാണ്, തിരിച്ച് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവാൻ വേണ്ടി, ടൈപ്പ് ഏതാ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്, ബാക്ക് അടിച്ചതാണ്. അപ്പൊ എന്തായി, മൈ ഡിക്ഷണറിന്റെ കീസിനെ എടുത്തിട്ട് നിങ്ങൾ ലിസ്റ്റിലോട്ട് മാറ്റിയിട്ട് എക്സിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, പ്രിന്റ് എക്സ് ടൈപ്പ് നോക്കുക. ഇപ്പൊ ഈ ക്ലാസ് ലിസ്റ്റ് ആയി മാറി. ലിസ്റ്റ് ആക്കി പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റ ടൈപ്പ് ആയി മാറി. അത് ഡിക്ഷണറി, ലിസ്റ്റ്, സെറ്റ്സ്, ടപ്പിൾസ് അങ്ങോട്ട് എത്തി. ഇനി വ്യൂ അല്ലത്. ഇനി ഇവിടെ മാറ്റാൻ പറ്റൂലത്. മാറ്റുന്നത് നമ്മൾ അപ്പൻഡ്, റിമൂവ്, ആ പറഞ്ഞ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് വേണം മാറ്റാൻ. അപ്പൊ ഇതിവിടെ കഴിഞ്ഞ്, ഇവിടെ സ്റ്റാറ്റിക് ആയി, ഇതിവിടെ കഴിഞ്ഞു. ഇനി ഇതിൽ ഒന്നും ചെയ്യാനില്ല. മനസ്സിലായി. ഈ എക്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലിസ്റ്റ് ആണ്. ഇനി ലിസ്റ്റിൽ ഓപ്പറേഷൻസ് ചെയ്യാം, വ്യൂ ഇല്ല അവിടെ. അപ്പൊ എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, മൈ ഡിക്ഷണറിയിലെ കളറിലോട്ട് റെഡ് ആഡ് ചെയ്തു. അപ്പൊ എന്തായി, മൈ ഡിക്ഷണറി അപ്ഡേറ്റ് ആയി. പക്ഷെ ഇവിടെ ഈ എക്സിനോട് എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യം എടുത്ത വ്യൂ ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ആക്കി മാറ്റി. ഇനി ഇവിടെ നിങ്ങൾക്ക് റെഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ ആ കീ വാല്യൂ കീസ് ഉണ്ടല്ലോ, ബ്രാൻഡ്, മോഡൽ, ഇയർ, ഇതിനെല്ലാം ഇനീഷ്യലി എന്താ ഉണ്ടായത്, ഇതിനെല്ലാം ഇങ്ങോട്ട് എടുക്കുക. ആ വ്യൂ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് പോയിട്ട് വ്യൂ ചെയ്ത് ഇങ്ങോട്ട് എടുത്തു. എന്നിട്ട് അതിനെ പിടിച്ചിട്ട് നേരെ നമ്മൾ സ്ട്രിങ് ഇന്റിജർ മാറി ലിസ്റ്റിലോട്ട് ഇട്ട് ലിസ്റ്റ് ആണ് മാറ്റിയാണ് സ്റ്റോർ ചെയ്ത് വെച്ചു. പുതിയൊരു മെമ്മറിയാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. ഇനി ലിസ്റ്റ് സെപ്പറേറ്റ് ആണ്, ലിസ്റ്റിനായിട്ട് ഇതിനൊരു ബന്ധമില്ല, ലിസ്റ്റ് വേറെ ടീമായി.
ലിസ്റ്റും മറ്റേ ഡിക്ഷണറിയോട് ബന്ധമില്ല ലിസ്റ്റ്. അപ്പൊ എന്തായി, ലിസ്റ്റിന്റെ ഉള്ളിൽ നിങ്ങൾ പോയി എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ മാറും. അല്ലാതെ നിങ്ങൾ ഡിക്ഷണറിന്റെ ഉള്ളിൽ എന്ത് മാറ്റം വരുത്തിയാലും, ഇപ്പൊ ഇവിടെ നിങ്ങൾ പ്രിന്റ് എക്സ് ഉപയോഗിച്ചപ്പോഴും എന്തായത്, പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായി, പ്രിന്റ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത് ഓൾറെഡി ലിസ്റ്റിലോട്ട് സ്റ്റാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു, ഇനി മാറ്റില്ല. പിന്നെ നിങ്ങൾ ഡിക്ഷണറിയിൽ വീണ്ടും മാറ്റി, പക്ഷെ നിങ്ങൾ പ്രിന്റ് ചെയ്യുന്ന എക്സ് ആണ്, എക്സ് ഇവിടെ ഓൾറെഡി ലിസ്റ്റിലോട്ട് മാറ്റിച്ച്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ ഇന്റിജറിനെ സ്ട്രിങ്ങിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇന്റിജർ ഇല്ല, സ്ട്രിങ്ങേ ഉള്ളൂ. അത് മെമ്മറി കൊണ്ട് സ്റ്റോർ ചെയ്ത് സ്ട്രിങ് ആയിട്ട്. അതേമാതിരി ഡിക്ഷണറിന്റെ വ്യൂ ഒബ്ജക്റ്റിനെ അഥവാ കീസിനെ നിങ്ങൾ എന്ത് ചെയ്ത് ലിസ്റ്റിലോട്ടാണ് മാറ്റിയാണ്ട് പൈത്തൺ എന്ത് ചെയ്ത് അതിന്റെ ലിസ്റ്റ് ആയിട്ട് പുതിയൊരു ലിസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് മെമ്മറി സ്റ്റോർ ചെയ്ത്. ഇനി എപ്പോഴൊക്കെ പ്രിന്റ് എക്സ് വിളിക്കുന്നു അപ്പോഴൊക്കെ ആ ലിസ്റ്റിനെ വിളിക്കുന്നു, ആ റഫറൻസ് ഐഡി ലിസ്റ്റ് ആണ്. ആദ്യത്തെ കേസിൽ റഫറൻസ് ഐഡി എന്ന് പറയുന്നത് ആ ഡിക്ഷണറിന്റെ ആ കീസിനുള്ള ഒരു വ്യൂ റഫറൻസ് ഐഡി ആയിരുന്നു. റഫറൻസ് ഐഡി മാറി. സോ എക്സ് എന്ന് പറയുന്നത് എവിടെ പോയി എന്ത് ചെയ്താലും അത് ഫസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പുതിയ റഫറൻസ് ഐഡി ലിസ്റ്റിന്റെ റഫറൻസ് ഐഡി ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ ലിസ്റ്റ് ഉണ്ട് കാണിച്ചു തരും. ഇപ്പൊ കീസ് ഇത്രേ ഉള്ളൂ. കീ മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ചിലപ്പോൾ 1-2 വട്ടങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഫസ്റ്റ് തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ട് വരും. അപ്പൊ മൾട്ടിപ്പിൾ ടൈം കേട്ടിട്ട് ഗിവപ്പ് ചെയ്യരുത്. നമ്മൾ ഗിവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തു ഞാൻ. അപ്പൊ നിങ്ങൾ ആ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ പോവുള്ളൂ. ഇനിയിപ്പോ കീ പഠിച്ചോണ്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. എന്താ പറയുക, വി ക്യാൻ ഫെച്ച് ആൾ കീസ് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. എന്താ പറയുക, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് നോക്കാം. അപ്പൊ വാല്യൂസ് എന്ന് പറയുമ്പോൾ സെയിം, നമ്മൾ ഈ കീസ് ഉണ്ടല്ലോ അത് മാറ്റിയിട്ട് നേരെ 2 വാല്യൂസ് ആകാം. റെഡി? അപ്പൊ ഒക്കെ വാല്യൂ വരും കേട്ടോ ഇവിടെ. കണ്ടാ, ഫോർഡ് മസ്റ്റാങ് 1964. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം സെയിം തന്നെ ആദ്യം എന്ത് ചെയ്യും, ലിസ്റ്റ് ഉണ്ട് ഒഴിവാക്കുന്നു. ഇപ്പൊ എന്താണ്, ആദ്യം നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു, പൈത്തണിൽ പോയി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു, റെഫറൻസ് ഐഡി ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, മൈ ഡിക്ഷണറിന്റെ വാല്യൂസ് മാത്രം ഇങ്ങോട്ട് എടുത്തിട്ട് അതിന്റെ ഒരു വ്യൂ ഒബ്ജക്റ്റ് ആയിട്ട് ആ സെയിം റെഫറൻസ് ഐഡി തന്നെ, മെമ്മറി റെഫറൻസ് ഐഡി മാറില്ല, അതിന്റെ ഒരു വ്യൂ ഒബ്ജക്റ്റ് മാത്രം എക്സിന് കൊടുത്തു. ഇനി എക്സ് എപ്പോഴൊക്കെ വിളിക്കുന്നു, എക്സ് ആ റെഫറൻസ് ഐഡി തന്നെ എടുത്തിട്ട് ആ മെമ്മറിയിൽ പോയിട്ട് ആ ഡിക്ഷണറിന്റെ വാല്യൂസ് കാണിച്ചു തരും. സിമ്പിൾ ആണ്. ആ ഡിക്ഷണറിന്റെ വാല്യൂസ് തന്നെ കാണിച്ചു തരും. അത് ഓർത്താൻ നിങ്ങള്. പുതിയ ഡിക്ഷണറി അല്ല, പഴയ ഡിക്ഷണറിന്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ഡിക്ഷണറിയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും നിങ്ങൾ എപ്പോഴാണ് വിളിക്കുന്നത് ആ സമയത്ത് അതിലെന്താ ഉള്ളത് അത് കാണിച്ചത്. അങ്ങനെയാണല്ലോ നമ്മുടെ ലൈഫിൽ, അങ്ങനെ തന്നെയല്ലോ. ആ ഒരു സമയത്ത് അതിലെന്താ ഉള്ളത് അതാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു വാലറ്റ് തുറന്നു നോക്കുമ്പോൾ ഇന്ന് ക്യാഷ് ഇല്ലെങ്കിൽ നാളെ വാലറ്റ് തുറന്നു നോക്കുമ്പോൾ അതേ വാലറ്റിനെ തുറന്നു നോക്കണം, അതിൻ്റെ ഉള്ളിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണല്ലോ. സോ നമ്മൾ ആ വാലറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ ക്യാഷ് വെക്കുന്നു അതൊക്കെ അതിൽ കാണാൻ കഴിയും. സെയിം നമ്മൾ ഡിക്ഷണറിന്റെ ഉള്ളിൽ നമ്മൾ കീസും വാല്യൂസും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴൊക്കെ റെഫറൻസ് ഐഡി വെച്ച് വിളിക്കുന്നു ആ ഡിക്ഷണറിന്റെ ഉള്ളിൽ എല്ലാ വാല്യൂ കാണിച്ചു തരും. അത്രേ ഉള്ളൂ. വ്യൂ മാത്രല്ലേ, റെഫറൻസ് ഐഡി സെയിം ആണല്ലോ, റെഫറൻസ് ഐഡി മാറുന്നില്ല. റെഫറൻസ് ഐഡി സെയിം ആണെങ്കിൽ പിന്നെ എപ്പോഴും ആ ഡാറ്റ നമ്മൾ കാണിച്ചു തരും. അത് ഓർത്താൽ മതി. ഇനി നമ്മൾ പ്രിന്റ് ചെയ്ത് എക്സ്, അപ്പൊ എന്തായി, വാല്യൂസ് മാത്രം വന്നു. ഇവിടെ ആണെങ്കിൽ ഡിക്റ്റ് അണ്ടർസ്കോർ വാല്യൂസ് പറയല്ലേ, ഡിക്റ്റ് അണ്ടർസ്കോർ കീസ്, ഡിക്റ്റ് അണ്ടർസ്കോർ വാല്യൂസ്. അത് അങ്ങനെ ഒരു ക്ലാസ് ആണ്. നമ്മൾ ലിസ്റ്റ് ഡാറ്റ എന്താ പറയാ, ഡിക്ഷണറി എന്നൊക്കെ പറയുന്ന പോലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാം. നമുക്ക് എന്താ അറിയോ, ടൈപ്പ് ഈ മൈ ഡിക്ഷണറിന്റെ ടൈപ്പ് നോക്കി നിങ്ങൾ വെറും ഡിക്റ്റ് ആണ്. വെച്ച് കഴിഞ്ഞാല് ഡിക്റ്റിന്റെ ഒരു വേറൊരു ക്ലാസ് ആണ്. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് വ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്ലാസ് ആണിത്. അപ്പൊ അത് ജസ്റ്റ് വ്യൂവിന് മാത്രമേ നമുക്ക് തരുള്ളൂ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ വാല്യൂ നമ്മൾ ഫെച്ച് ചെയ്തുകൊണ്ട് അതിന്റെ റെഫറൻസ് ആയിട്ട് എക്സിന് കൊടുത്തു, പ്രിന്റ് ചെയ്തു എക്സ്, അതിന്റെ ക്ലാസ് നോക്കി. എന്നിട്ട് മൈ ഡിക്ഷണറിയിലോട്ട് പുതിയൊരു ക്ലാസ് കീ വാല്യൂ പെയർ ആഡ് ചെയ്ത് ഇനി നമ്മൾ പ്രിന്റ് എക്സ് എന്താ സംഭവിക്കുന്നത്, എക്സ് ആ പഴയ ഡിക്ഷണറിന്റെ റെഫറൻസ് തന്നെ എടുത്തിട്ട് പോയിട്ട് അവിടുത്തെ എല്ലാ വാല്യൂ വിളിക്കും. അപ്പൊ എന്തായി, ഈ പുതിയ വാല്യൂ ആഡ് ചെയ്തില്ലേ അത് അവിടെ ഉണ്ടാവുമല്ലോ. മെമ്മറി സെയിം മെമ്മറി തന്നെ ആഡ് ചെയ്തേക്കണം. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സെയിം മെമ്മറിന്റെ ഉള്ളിലോട്ടാണല്ലോ. കീ ഡിക്ഷണറി എവിടെയാണ്, ആ ഡിക്ഷണറിലോട്ടാണല്ലോ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ആ ഡിക്ഷണറിന്റെ എല്ലാ വാല്യൂസും വരും. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, മൈ ഡിക്ഷണറി പ്രൈസ് അറിയാണ്ട് ഒരു കോഡി ഒന്ന് അസൈൻ ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ മൈ ഡിക്ഷണറിയിലോട്ട് പുതിയ ഒരു കീ വാല്യൂ പെയർ ആഡ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു 2 കീ വാല്യൂ പെയർ എക്സ്ട്രാ ആഡ് ആയിട്ട് വിചാരിച്ചോളി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, പ്രിന്റ് ചെയ്ത് എക്സ്. അപ്പൊ എന്താണ്, എക്സിന്റെ റെഫറൻസ് ഡിക്ഷണറിന്റെ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ പോവും, അവിടുന്ന് മെമ്മറിന്ന് ആ റെഫറൻസ് ആയിട്ട് വിളിക്കുമ്പോൾ ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ആ ഡിക്ഷണറിന്റെ എല്ലാ കീ വാല്യൂസും കൂടി കൊടുക്കും. സിമ്പിൾ. നമ്മൾ വേറെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ. മൈ ഡിക്ഷണറിയിലോട്ട് ഏജ് പറഞ്ഞ കീയിലോട്ട് ഒരു 15 ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും പ്രിന്റ് എക്സ് കൊടുത്തു. ആ എക്സ് എന്ത് ചെയ്യും,
നമ്മളെ മെമ്മറിയിൽ നിന്നുള്ള റെഫറൻസ്, ആ റെഫറൻസ് ആയിട്ട് എന്റെ പേർക്ക് കൊടുത്തിട്ടുള്ള അത് വിളിച്ചിട്ട് നമ്മൾ അവിടെ പോയിട്ട് മൈ ഡിക്ഷണറിയിൽ നിന്ന് എല്ലാ വാല്യൂസും കൂടെ എടുക്കുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാലും അപ്പൊ നമ്മൾ മെമ്മറിന്റെ റെഫറൻസ് എന്ന് വിളിക്കുകയല്ലേ, ഏത് പ്രാവശ്യം പോയാലും ആ മെമ്മറിന്റെ റെഫറൻസ് എന്ന് വിളിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ വാല്യൂസും വരും. അവിടെ കാണുന്ന ഈ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ സമയവും പിന്നെ നമ്മൾ അവിടുന്ന് വിളിക്കുന്നത് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ വിളിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ അവിടെ ഉണ്ടാവും. നമ്മൾ പോക്കറ്റിൽ ക്യാഷ് ഇപ്പൊ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചു, പിന്നെ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ. നമ്മളത് ഇങ്ങനെ എന്താ പറയാ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം പ്ലേസിക്കാണ്, അത് ഓർക്കണം. ആ പ്ലേസ് തന്നെയാണ് വീണ്ടും വിളിക്കുന്നത് ഈ പ്രിന്റ് എക്സ്. ഇനി നമ്മളിതിന് എന്ത് ചെയ്യുന്നു, നേരെ മാറ്റിയിട്ട് ലിസ്റ്റിലോട്ട് മാറ്റുന്നു. അപ്പൊ എന്താണ് നോക്കി, ഒക്കെ ഡിക്റ്റ് വാല്യൂ ആണ് പോയിട്ട് വെറും ലിസ്റ്റ് മാത്രമായി മാറും. ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ അതിന് ഡിക്റ്റ് വാല്യൂവിന്റെ ഡൈനാമിക് ഡാറ്റ വ്യൂ ഒബ്ജക്ട് എടുത്തിട്ട് ആ റെഫറൻസ് ആയിട്ട് വെച്ച് ആ ഡാറ്റ ഒക്കെ വിളിച്ച് വാല്യൂ കയ്യിൽ കിട്ടിയിട്ട് അതിന്റെ ലിസ്റ്റിലോട്ടാണ് മാറ്റി, ഇന്റിജർ സ്ട്രിംഗ് മാറ്റുന്ന മാതിരി ലിസ്റ്റിലോട്ടാണ് മാറ്റിയിട്ട് എക്സിലാണ് സ്റ്റോർ ചെയ്ത് പുതിയൊരു ലിസ്റ്റ് ആയിട്ട് മെമ്മറിയിൽ പുതിയ സ്പേസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത്. ഇനി ഒരു ബന്ധമില്ല ഡിക്ഷണറിയും, ഇനി നമ്മളെ മൈ ഡിക്ഷണറിയും എക്സും കൂടെ ഒരു ബന്ധമില്ല. പിന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ലിസ്റ്റിന് ടൈപ്പ് ചെക്ക് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ ഡിക്ഷണറിയിലോട്ട് കളർ ആഡ് ചെയ്തു, മാറ്റർ അല്ല എക്സിന്, കാരണം എക്സ് ഇവിടെ ഓൾറെഡി പുതിയ മെമ്മറിയിൽ ലിസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബന്ധമില്ല ഇപ്പൊ ഇത് തമ്മിൽ. പിന്നെ ഇനി വീണ്ടും ഡിക്ഷണറിയിൽ ആഡ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്തു, പ്രിന്റ് എക്സ്, അതൊരു ബന്ധമില്ല. ഇനി നിങ്ങൾക്ക് വീണ്ടും വാല്യൂസ് മാത്രം കിട്ടണം, നിങ്ങൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ഈ വാല്യൂസ് മാത്രം വിളിക്കുക. വേണമെങ്കിൽ പുതിയൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിട്ട് എന്താ പറയാ സെഡിനൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക, എന്നിട്ട് അതിനെ പിന്നെ യൂസ് ചെയ്യുക. കാരണം ലിസ്റ്റിലോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാറ്റിക് ആയി, പിന്നെ അവിടെ മാറ്റാൻ കഴിയില്ല. ഇങ്ങനെ രണ്ട് ആവശ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യാത്രേ ഉള്ളൂ. ഇപ്പൊ ഡിക്ഷണറിന്റെ കീസും വാല്യൂസും ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഫെച്ച് ചെയ്യുക, ആൾ കീസ് ജസ്റ്റ് ആ വാല്യൂ ഫെച്ച് ചെയ്യുക, അതിന് നമ്മൾ ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്താണ് അവിടെ നടക്കുന്നത് മെമ്മറിയിലെ കാര്യങ്ങളിൽ. ഇനി നമുക്ക് ഐറ്റംസ് സെയിം ആണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ കീസും വാല്യൂസ്, കീസ് എന്ന് പറയുന്നത് ഈ സൈഡ് എടുത്തത്, വാല്യൂസ് എന്ന് പറയുന്നത് ഈ സൈഡ് എടുത്തത്. അപ്പൊ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താവും, ഈ ഓരോന്നിന് ഐറ്റം എന്ന് പറയാം, കോമന്റെ ഓരോ കോമ ഗ്യാപ്പ് ഇട്ട് കാണുന്നതാണ് ഐറ്റംസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഐറ്റംസ് എന്ന് പറഞ്ഞ കോൾ ചെയ്യും. എന്താണ് നോക്കും, ആദ്യം എന്തായി ബ്രാൻഡ് ഫോർഡ് കോമ ഇട്ടിട്ട്, മോഡൽ മസ്റ്റാങ് കോമ ഇട്ടിട്ട്, ഇയർ. പക്ഷെ ഓരോന്നായിട്ട് വരുമ്പോ നമ്മൾ ലിസ്റ്റ് ഒഴിവാക്കുകയാണ്, പാരന്തസിന്റെ ഉള്ളിൽ വരികയാണ്. ലിസ്റ്റ് ഒഴിവാക്കി, ഒരു മിസ്റ്റേക്ക് ആയിട്ട് ബാക്ക് അടിച്ച് കൂടി പോയി. ഡിക്റ്റ് അണ്ടർസ്കോർ ഐറ്റംസ്, ഡിക്റ്റ് അണ്ടർസ്കോർ കീസ്, ഡിക്റ്റ് അണ്ടർസ്കോർ വാല്യൂസ്, ഡിക്റ്റ് അണ്ടർസ്കോർ ഐറ്റംസ്. ഇതൊക്കെ നമ്മളൊരു ക്ലാസ്സുകളാണ് വ്യൂ ഒബ്ജക്റ്റിന് വേണ്ടി മാത്രമുള്ള. അപ്പൊ ഇവിടെ എന്തായത്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിന്റെ ഉള്ളിൽ ഓരോ കീ വാല്യൂന് ഇങ്ങനെ ഓരോ ഐറ്റത്തിന്, കീ വാല്യൂ പറയുമ്പോൾ ഓരോ ഐറ്റത്തിന് പാരന്തസിസ് ഇട്ടിട്ട് കോമട്ട് തന്ന്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഇപ്പൊ പ്രിന്റ് എക്സ് വെച്ചപ്പോ ഡിക്റ്റ് ഐറ്റംസ് ആണ് പറഞ്ഞു. ഇനി നമ്മൾ ഡിക്ഷണറിലോട്ട് പുതിയൊരു വാല്യൂ ആഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ റെഫറൻസ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ വിളിക്കുമ്പോൾ അതും ആഡ് ചെയ്യപ്പെടും. കളർ റെഡ് ആഡ് ചെയ്തതില് ഇതിലെന്തായി, പ്രൈസ് ആഡ് ചെയ്യപ്പെട്ട്, ഇതില് ഏജ് ആഡ് ചെയ്യപ്പെട്ട്, സെയിം കൺസെപ്റ്റ് നമ്മൾ ആ റെഫറൻസിനെ കോൾ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെടുത്തിട്ട് ലിസ്റ്റിലോട്ട് മാറ്റും. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഡാറ്റ എടുത്തിട്ട് ലിസ്റ്റ് ആക്കി പുതിയ മെമ്മറി റെഫറൻസ് കൊണ്ടുപോയിട്ട് ഇനി ഇവിടെ അടിയിൽ ആഡ് ചെയ്യുന്ന ഒരു ഡിക്ഷണറിന്റെ അപ്ഡേഷനും നമ്മളെ എക്സിനെ ബാധിക്കുന്നില്ല. കാരണം എക്സ് ലിസ്റ്റ് ആയിട്ട് പുതിയ മെമ്മറി സ്പേസിലും മൈ ഡിക്ഷണറി ഇപ്പോൾ ആ ഡിക്ഷണറി ആയിട്ട് അവിടെ വേറെ ഒരു സ്ഥലത്തും കിടക്കുന്നുണ്ട്. അപ്പൊ എനി ചേഞ്ച് ഡിക്ഷണറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിനെ ബാധിക്കുന്നില്ല. സിമ്പിൾ അല്ലേ, ലിസ്റ്റ് വേറെ ഡിക്ഷണറി വേറെ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്, രണ്ട് മെമ്മറിയിലാണ്, ബന്ധമില്ല. പിന്നെ നമ്മൾ ഡിക്ഷണറിന്റെ ഉള്ളിലോട്ട് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ വ്യൂ ഒബ്ജക്ട് മാത്രം എടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ലോജിക് ഉള്ളൂ. ഇത് നമ്മൾ ഇവിടെ എത്ര തന്നെ മെയിൻ ആയിട്ട് എന്താ പറയാ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാരണം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷോർട്ട് ആക്കിയതാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഡിക്ഷണറിന്റെ കീയിലോട്ട് വീണ്ടും ആഡ് ചെയ്യുമ്പോഴും നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് കീസ് അല്ലെങ്കിൽ ഡോട്ട് വാല്യൂസ് ഡോട്ട് ഐറ്റംസ് വിളിക്കുമ്പോൾ നമുക്ക് വ്യൂ ഒബ്ജക്ട് മാത്രം കാണാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കാണാനുള്ള പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അതിനായിട്ട് ഒരു മെമ്മറി വേറെ ക്രിയേറ്റ് ചെയ്യലല്ലോ. അവിടെ ഉള്ള മെമ്മറിയില്ലേ അതിന്റെ ഒരു റെഫറൻസ് ഐഡി നമുക്ക് തരും. നമുക്ക് എപ്പോഴൊക്കെ കാണുന്നത് ആ റെഫറൻസ് ഐഡി വെച്ചാണെങ്കിൽ കാണുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യില്ല, കാണുക പോവുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യം പ്രിന്റ് എക്സ് വിളിക്കുമ്പോഴും നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത മെമ്മറി റെഫറൻസ് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ആ മെമ്മറി വിളിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കീസും കൊണ്ട് വരും. ആ ഒരു ലോജിക് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെസ്സേജ് അയക്കണം, നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകും. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്ലോ ആയിട്ടേ വരുന്നുള്ളൂ. പക്ഷെ വർക്കിന്റെ ഇതൊക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഫുൾ കണ്ടന്റ് നമ്മൾ വീഡിയോസ്
ചാനൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ബൈ.